നമ്മൾ ഫാം വില്ല കാണാൻ പോവാണ്. തൃശ്ശൂർ, ചാവക്കാട്, എടക്കഴിയൂർ, അതായത് നമ്മുടെ നാട്ടിലൊരു സൂ ഉണ്ടായിട്ട് നമുക്ക് കാണാൻ പോയില്ലെങ്കിൽ മോശമല്ലേ. പഞ്ചവടി അമ്പലം കഴിഞ്ഞാൽ റൈറ്റിലോട്ട് റോഡ് പോകുന്നുണ്ട്. അതിന് കുറച്ചുണ്ട് നീങ്ങിയാൽ ലെഫ്റ്റിൽ കാണുന്നതാണ് നമ്മുടെ ഫാം വില്ല. അപ്പോൾ ഞങ്ങളിവിടെ റീച്ച് ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പെർ പേഴ്സൺ 200 റുപ്പീസാണ് ഇവരുടെ ചാർജ് വരുന്നത്. അതിൽ നമുക്ക് എനിമൽസിനെ ഫീഡ് ചെയ്യാനും അവരെ ടച്ച് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഉള്ള ഒരു ടിക്കറ്റാണ് നമുക്ക് അവിടുന്ന് തരുന്നത്. എൻട്രൻസിൽ നിന്ന് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ക്യാമലാണ്. ക്യാമലിന് നമ്മൾ കൊടുക്കുന്നത് പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു വൈറ്റ് ഹോഴ്സാണ്. അതിൻ്റെ നെസ്റ്റ് ഒന്ന് നോക്ക്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാൻ വേണമെങ്കിൽ. അതിന് നമ്മൾ കൊടുക്കുന്നത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് കഴിച്ചതിന് ശേഷം ഈ ഹോഴ്സ് നമ്മളെ കയ്യിൽ നിന്ന് പുല്ല് വാങ്ങിച്ചിട്ടില്ല. ക്യാരറ്റിൻ്റെ രുചി പിടിച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലോട്ട് വന്നപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്വാനെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റിസോർട്ടിൽ വന്നൊരു ഫീലുണ്ട്. പിന്നെ നമുക്ക് ചായയൊക്കെ കുടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കഫ്റ്റീരിയയും അവർ നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ബേർഡ്സ്, ഇഗുവാന, സ്ക്യൂരൽ അങ്ങനെയുള്ള കുറച്ച് എനിമൽസിനെ നമുക്ക് കയ്യിലെടുക്കാനായിട്ട് തരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ സംസാരിക്കണതാണെന്നുണ്ടെങ്കിലും നമുക്ക് പേടി കാണിക്കുമ്പോൾ നമുക്ക് ടച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ പേടി കാണിക്കുമ്പോൾ അവർക്ക് അതൊരു ദേഷ്യമായിട്ടേ തോന്നില്ല. ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറച്ചും കൂടി എൻകറേജ് ചെയ്തിരുന്നതാണ് ഒരു സ്റ്റാഫായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ദേഷ്യം എന്ന പേടി ഉണ്ടെങ്കിൽ വരണം എന്തിനാ, അങ്ങനത്തെ ഒരു മൈൻഡുള്ള ആൾക്കാരാവും പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അവരെടുത്ത് പറയുകയാണ് കേട്ടോ. ഒരു വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ ബെസ്റ്റ് പ്ലേസ് ഏതാ ചാവക്കാട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഫാം വില്ലയാണെന്ന്. അത്ര നീറ്റ് ആൻഡ് ക്ലിയർ ആണ് അവരുടെ ഈ എൻവയോൺമെൻറ്റ് അവർ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ ഒട്ടുമിക്ക സൂവിൽ പോയാലും നമ്മൾ അവരുടെ നെസ്റ്റിൽ തന്നെ പൂപ്പ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഞാൻ എടുത്ത് പറയുകയാണ്, അത്രയും ക്ലീൻ ആയിരുന്നു. ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അവരുടെ കൂട്ടി പോകുമ്പോൾ അത് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് നല്ല ഇവിടെ വന്ന ആർക്കും അത് തോന്നില്ല. അത്രയും ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ഓരോ എനിമൽസിനും അതിൻ്റെ ബ്യൂട്ടി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇഗ്വാനിനെ എടുക്കണം എന്നുള്ളത് ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത് സാധിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു, എന്താണിത് എന്നറിയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൾ കുറച്ച് വെയിറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആൾ നമ്മളെ ഒന്നും കാട്ടണമൊന്നുമില്ല. ആൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ നിന്നു. പിന്നെ സിസ്റ്ററിന് കൊടുത്തപ്പോഴും അമ്മൂതിക്ക് കൊടുത്തപ്പോഴും ആൾക്ക് പേടിയായിരുന്നു. ആൾ ടച്ച് ചെയ്യാനോ ഇതിനൊന്നും ആയിട്ട് വന്നില്ല. പിന്നെ ഞങ്ങളെടുത്തത് ഷുഗർ ഗ്ലൈഡർ എന്ന് പറഞ്ഞ ഈ ഒരു പെറ്റാണ് കേട്ടോ. ആൾ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്ന ഒരു ചെറിയൊരു സ്ക്യൂരലായിട്ട് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആളിങ്ങനെ ഭയങ്കര ഒരു പഞ്ഞി പോലെയാണ്, ഭയങ്കര സ്വീറ്റാണ്. ഇങ്ങനെ തിരിച്ചു കൊടുക്കാനേ എനിക്ക് തോന്നിയിട്ടില്ല. അതിനെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന് വരെ ഞാൻ ചോദിച്ചതാണ്. ഇത് നോക്ക്, അതിൻ്റെ വേറൊരു കളറാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലീനയും എല്ലാവരും ഇതിനെടുത്തു. അത്രയും നമുക്ക് ഇണങ്ങുന്ന ഒരു സ്ക്യൂരലാണ് കേട്ടോ. പിന്നെ ഇത് മെക്കാവോ, അത് ഭയങ്കരമായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും അതിനെ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ല കടിക്കുന്ന കാരണം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോയത് നമ്മുടെ ഫിഷിനെ ഫീഡ് ചെയ്യാനാണ്. അവിടെയും ഒരു ചേച്ചിയുണ്ട്. നമ്മൾ ഹാൻഡൊക്കെ വാഷ് ചെയ്തതിന് അത് കാരണം നമ്മൾ നന്നായി ഹൈജീൻ പാലിക്കണം കേട്ടോ. നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ചെന്നാലും അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് നമ്മുടെ കയ്യിൽ തരും. അത് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വന്ന് കഴിക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൊത്തുമ്പോൾ നല്ല കിക്ലി ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ ഗോട്ടിൻ്റെ സെക്ഷനിലോട്ടാണ്. അവർ നമ്മളടുത്ത് ഫുഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഓടി വന്നത്. ഇവിടെ സ്റ്റാഫിനൊന്നും കണ്ടില്ല, അത് കാരണം നമുക്ക് ലീഫ് കൊടുക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ സ്പീഷ്യസ് കനഡിയൻ പിഗ്മി ഗോട്ടാണ്. ഇതിന് ഹൈറ്റ് ഇത്ര തന്നെ വരുള്ളൂ കേട്ടോ. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ കാണുന്നത് നമ്മൾ സിങ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ഗോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ തൊപ്പ തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ഈ ഒരു ആടിന് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടത് ടർക്കി ഡുംബ ഗോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ ഇത് ഒരുപാട് വൈറലായ ഗോട്ടാണ്. ഒരുപാട് വീഡിയോസിൽ ഈ ഒരു ഗോട്ടിനെ എല്ലാവരും എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു ഗോട്ട് ജാക്കബ് വിഭാഗത്തിൽ വരുന്ന ഗോട്ടാണ്. ഇതിൻ്റെ കൊമ്പാണ് ഇതിൻ്റെ പ്രത്യേകത ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറെ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഗോട്ട്. അതേപോലെ ഒരു കാളക്കുട്ടനെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതല്ല, ആളെ കണ്ടാൽ ചെറുതാന്ന് വിചാരിക്കും. ഇത് മെച്യൂർഡ് ആയിട്ടുള്ള ഓക്സാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള പൊന്ത് പോലത്തെ ഉണ്ട്, അത് ചെരിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് വരുന്നത്. അതേപോലെ ഇതിൻ്റെ ഹൈറ്റ് ഇത്ര തന്നെ വരുള്ളൂ. പിന്നെ നമ്മുടെ നാടൻ ഗോട്ടിനെയും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ വളർത്തുന്ന സാധാ ഗോട്ടാണ്.
പിന്നെ ഉള്ളത് എമ്മു ആയിട്ടാണ്. എമ്മുവിനെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടോ. ഞങ്ങളെല്ലാവരും ഫീഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു, ആൾ കൊത്തുമ്പോൾ വേദന ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷെ ആ ഒരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് തന്നെ വേണം. ഇങ്ങോട്ട് വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ഇത്രയും അടുത്ത് നമ്മുടെ അനിമൽസിനെ കാണാനും ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരമാണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ കൊടുത്തതിൻ്റെ ധൈര്യത്തിൽ ബാക്കി എല്ലാവരും ചെയ്തു. ഉപ്പയാണെങ്കിലും ആഷിക്കയാണെങ്കിലും എല്ലാവരും അതെ. പിന്നെ ഈ സെക്ഷൻ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ കാലത്തെ ഒരു കാളവണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പിങ്ക് കളറല്ലാതെ വേറൊരു വെറൈറ്റി കളറിലുള്ള പിഗിനെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ ഇവിടെ ഡോങ്കി ഉണ്ട്, പിന്നെ പോണി വിഭാഗത്തിൽ വരുന്ന ഹോഴ്സ് ഉണ്ട്, നമ്മൾ ഹൈറ്റ് ഇല്ലാത്ത ചെറിയ ഹോഴ്സ് ഇല്ലേ, ആ ഒരു ഹോഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ വെള്ളക്കുതിരയുടെ മേലെ നമുക്ക് കയറാനും പറ്റും കേട്ടോ. ഹോഴ്സിൻ്റെ പുറത്ത് കയറാനായിട്ട് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നാൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമുക്കിത് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മൂതിക്ക് പേടിയായിരുന്നു, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് നിന്നു. പിന്നെ നല്ല സുന്ദരി താറാവ് കേട്ടോ, നല്ല ഭംഗിയുള്ള ക്യൂട്ട് താറാവ്. അതേപോലെ തന്നെ വൈറ്റ് സ്വാൻ ഉണ്ട് കേട്ടോ. വൈറ്റ് സ്വാനെ കാണാൻ പറ്റി. അതേപോലെ ഒരു തൊപ്പിത്താറാവ് എന്നൊക്കെ കേട്ടിട്ടില്ല, അതേപോലത്തെ ഒരു തൊപ്പി ഇട്ടിട്ടുള്ള 2 കുടുങ്ങിത്താറാവിനെ കാണാൻ പറ്റി. അതേപോലെ തന്നെ നമ്മളുടെ ഗൂസിൻ്റെ ഒരു വെറൈറ്റിനെ കാണാൻ പറ്റി. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് പ്ലേയിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും ഒരു ബോറടി ഉണ്ടാവില്ല. പിന്നെ ബാത്റൂമും ഹാൻഡ് വാഷും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ, ഈ ഹാൻഡ് വാഷൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് തൊപ്പക്കോഴികളില്ലേ, അതിൻ്റെ കളർ വരുന്ന കോഴികളായിട്ട് കാണാൻ പറ്റി. പിന്നെ ഇതാ ഗിനിപ്പിക്കിൻ്റെ വിഭാഗത്തിൽ പെടുന്ന എലി, പിന്നെ റാബിറ്റ്സ്, പിന്നെ ഇത് നമ്മുടെ പെരിച്ചാഴില്ലേ, അതിൻ്റെ ഒരു വെറൈറ്റീസ് പീസസ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് ക്യാറ്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഇവനെ നമുക്ക് ഇഷ്ടമുള്ളതിനെ പറഞ്ഞു കൊടുത്താൽ നമ്മൾക്ക് കയ്യിൽ തരും. ഇത് അഗ്ലി ക്യാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാം. അപ്പോൾ ലീനാക്ക് ഒരു ക്യാറ്റിനെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ സെലക്ട് ചെയ്ത ഒരു ക്യാറ്റ് ഇതാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ 2 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ലീനത ആ സെലക്ട് ചെയ്ത ക്യാറ്റിനെയും കൊണ്ട് വരുന്നു. അവളൊരു ക്യാറ്റ് ലവറാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ അതൊരു കുഞ്ഞ് മങ്കിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആളോ കുഞ്ഞാണ്. അതിൻ്റെ ബേബിനായിട്ട് വരുന്ന നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്കിവിടെ കങ്കാരൂസിനെ കാണാൻ പറ്റി കേട്ടോ. പിന്നെ സ്നേക്കിൻ്റെ സെക്ഷനായിരുന്നു. എല്ലാവരെ കൊണ്ടും ഞാൻ സ്നേക്കിനെ തലയിൽ ഇടിപ്പിച്ചു കേട്ടോ. അത് കണ്ടിട്ട് ഇവിടുത്തെ സ്റ്റാഫ് താങ്കൾ എന്തായാലും ഇടണം എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ടും ട്രൈ ചെയ്യിപ്പിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നാലും ഞാൻ ചെയ്യിപ്പിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും അവർക്കൊരു ധൈര്യം കൊടുക്കാനായിട്ട് ഞാനും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോനെ കൊണ്ടും ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചു. അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആഷിഖാനെ കൊണ്ടും ഒന്ന് ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പാമ്പിനെ കഴുത്തിലിട്ടത് എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ ഈ സെക്ഷനിൽ അങ്ങോട്ട് നമ്മൾക്ക് ക്രോക്കോഡൈലിനെ കാണാൻ പറ്റി, വെറൈറ്റീസ് ഓഫ് ഫ്രോക്സിനെ കാണാൻ പറ്റി. അതേപോലെ തന്നെ ബ്ലാക്ക് കോബ്ര, അതേപോലെ നമ്മളുടെ ഹെഡ് ഡോങ്സില്ലേ, അവരൊക്കെ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ ഫ്രണ്ടിൽ അവർ സ്ക്യൂരലിനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരുടെ നെസ്റ്റൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അവരുടെ വെറൈറ്റീസ് ഉണ്ട്. അവരൊക്കെ സ്ലീപ്പിംഗ് ആയിരുന്നു കേട്ടോ, അപ്പോൾ അവരൊന്നും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. പിന്നെ പല വെറൈറ്റീസ് ഓഫ് സ്നേക്സ് ഉണ്ട്, റാറ്റുകളുണ്ട്, പല വെറൈറ്റീസ് ഓഫ് റാറ്റ് ഉണ്ട്. റാറ്റ്സിനൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഒട്ടുമിക്ക സൂവിൽ പോയാലും റാറ്റ്സ് സ്നേക്സൊക്കെ ഒരുപാട് ഉണ്ടാവലുണ്ട്. അപ്പോൾ അധികം ഞാനിതിനെ കാണിക്കുന്നില്ല. പിന്നെ ഇദ്ദേഹമാണ് വൈറ്റ് മംഗൂസ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ 24 hours ഉറങ്ങായിരിക്കും. ഇവർ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇതാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബേർഡ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഒരു വെറൈറ്റി ബേർഡ് കണ്ടോ, ഇത് ഡെസേർട്ടിലെ ഡക്കാണ് കേട്ടോ. അതേപോലെ ടർക്കീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബേർഡ്സിനെ ഇതുപോലെ നെക്സ്റ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വലിയൊരു റൂം നിറച്ച് ഇഗ്വാനാസ് ആയിരുന്നു കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് ഇഗ്വാനാസിനെ കാണാൻ പറ്റി. അതേപോലെ ഇത്രയും വെറൈറ്റീസ് ഓഫ് ഹാൻഡ്സ് ഉണ്ടെന്നുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹാൻഡ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പാരറ്റ്സിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ ഇത് എൻ്റെ നെയിം എന്താണെന്ന് എനിക്കറിയില്ല, മങ്കീൻ്റെ ഇനത്തിൽപ്പെട്ടതായിരിക്കാം. പിന്നെ ഇതൊക്കെ നമ്മുടെ പാരറ്റ്സിൻ്റെ, പിന്നെ മക്കാവോ ഉണ്ട്. അതേപോലെ ഒരുപാട്. പിന്നെ ഇതൊരു സ്ക്യൂരലിനെ കണ്ടോ, ഇത് ഫ്ലൈയിങ് സ്ക്യൂരലാണ് കേട്ടോ. ഇവർ നന്നായി പറക്കും. ഇവർക്കും അതേ വലിയ നെസ്റ്റാണ് ഇവർക്ക് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ ഓക്സ്ട്രിച്ചിനെ കാണാൻ പറ്റി. ഓക്സ്ട്രിച്ച് വരെ ഉണ്ട് നമ്മൾ ഈ ഇതിൽ. നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരിക്കലും നമുക്കിത് നഷ്ടമായിട്ട് തോന്നില്ല കേട്ടോ.
ചിലപ്പോ വൈറലാവും. ഇതെന്തറിയില്ല, മയിലല്ല കോഴി. അത് ഇവരൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് ഇതിനെ കാണുന്നത്. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യേ. നമ്മുടെ ഫാം വില്ലയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം നേരിട്ട് കാണണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തൃശ്ശൂർ ചാവക്കാട് പഞ്ചവടി ബീച്ചിന് സൈഡായിട്ട്. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക, ഫോട്ടോസൊക്കെ എടുത്ത് അടിച്ച് പൊളിക്കുക. ബൈ.